കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോൾ അരിപ്പിറാവിനോട് കുശലപ്രശ്നങ്ങൾ നടത്തി കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ആതിഥ്യമര്യാദയുടെ അടുത്ത പടിയായിട്ട് അതിഥിക്ക് യഥോചിതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള സംഗതിക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. അതിൽ ഇഷ്ടമായ ഭക്ഷണം നമ്മുടെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ അത് അതിഥിക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അത് അരിമണി ഈ പ്രാവിന് ഇഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളത് കൊടുക്കുകയാണെങ്കിലും അതിനോട് പറയുക ആദ്യം. അതും ഒരു മര്യാദയാണല്ലോ, ഇന്നതാണ് തരണത് എന്നുള്ളത്. അപ്പം അതാണ് ഈ ശ്ലോകത്തിലെ 11-ാം ശ്ലോകത്തിലെ വിഷയം. നമുക്ക് ആ ശ്ലോകം ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം. അരി ഞാൻ വിതറിത്തരാം നിനക്കെന്നരികത്തേക്കണകെന്നരിപ്പിറാവേ, ശരിയായി മമ മന്ദിരാഗതൻ നീ അരിമപ്പെട്ട വിരുന്നുകാരനത്രേ. നിനക്ക് ഞാൻ അരി വിതറിത്തരാം. എൻ അരിപ്പിറാവേ, താങ്കൾ എന്നരികത്തേക്ക് അണക. നീ ശരിയായി മമ മന്ദിരാഗതൻ ആണ്. അതിനാൽ അരിമപ്പെട്ട വിരുന്നുകാരൻ അത്രേ എന്നാണ് ഇതിൻ്റെ അന്വയം. അല്ലയോ അരിപ്പിറാവേ എന്ന് സംബോധന ചെയ്ത് ആണ് പറയാൻ തുടങ്ങുന്നത്. കുട്ടികളെ, ഈ സംബോധന ചെയ്യുന്നത് ശ്രോതാവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് എന്ന കാര്യം ഞാൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. നിനക്ക് അരി ഞാൻ വിതറിത്തരാം. അരി പക്ഷികളുടെ സ്വതः ഇഷ്ടപ്പെട്ട ആഹാരമാണ്. എങ്കിലും അത് ഒന്ന് പറയണത് ആണ് അതിൻ്റെ മര്യാദ. എന്നിട്ട് കവി പറയാണ്, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? എൻ്റെ അടുത്തേക്ക് വരുമോ? ഇവിടെ കയറി വന്നു. എന്താ വന്ന കാലമ്പിൽ നിൽക്കണം, ഇങ്ങോട്ട് വരുമോ എന്ന് പറയില്ലേ? അതുപോലെ കവി പ്രാവിനെ ഒരു അതിഥിയായിട്ടാണ് കാണുന്നതെന്ന് മുമ്പ് തന്നെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ അത് വളരെ വ്യക്തമായി വരികയാണ്. ശരിയായി എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ, സത്യമായി. മമ മന്ദിരാഗതൻ നീ, എൻ്റെ വീട്ടിൽ വന്നവനായ നീ. അരിമപ്പെട്ട പ്രിയപ്പെട്ട വിരുന്നുകാരനത്രേ, അതിഥി അത്രേ. അത്രേ എന്നാൽ പോലെ അല്ലെങ്കിൽ തന്നെ എന്നൊക്കെ അർത്ഥം. അപ്പോൾ വിരുന്നുകാരനത്രേ എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ വിരുന്നുകാരനാകുമ്പോൾ വിരുന്ന് ഊട്ടും എന്തെങ്കിലും കൊടുക്കുക, അതും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ചുരുക്കത്തിൽ അതിഥിയെ അടുത്തേക്ക് വിളിച്ച് അതിനോട് പറയുകയാണ് കവി, നീ എൻ്റെ പ്രിയപ്പെട്ട വിരുന്നുകാരന്, അതിനാൽ നിനക്ക് ഞാൻ അരിമണികൾ ഭക്ഷിക്കാൻ തരാം, അത് കഴിക്കൂ. ഇവിടെ ക്രമപ്രകാരത്തിലുള്ള ആതിഥ്യമര്യാദയാണ് ഇവിടെ കാണാൻ പറ്റുക. വീട്ടിൽ ഒരു അതിഥി വന്നാൽ ചെയ്യേണ്ട സാമാന്യ മര്യാദകൾ കുട്ടികളെ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. മിതമാകിലും ഉൾപ്രിയത്തൊടന്നാൽ കൃതമാതിഥ്യമിതാദരിച്ചിടാതെ ധൃതമൗനം ഒഴിഞ്ഞുപോവതെന്താണിതരാന്വേഷണസക്തനാം വിധത്തിൽ. മിതം ആകിലും എന്നാൽ ഉൾപ്രിയത്തോടെ കൃതമായ ആതിഥ്യം ഇത് ആദരിച്ചിടാതെ ധൃതമൗനം നീ ഇതര അന്വേഷണസക്തനാം വിധം ഒഴിഞ്ഞുപോകത് എന്താണ് എന്നാണ് ഇതിൻ്റെ അന്വയം.
മിതം ആകിലും കുറച്ച് ആകിലും, അത് വളരെ ധാരാളമില്ല, വലിയ ആർഭാടമൊന്നുമില്ല എന്നർത്ഥം, എങ്കിലും എന്നാൽ ഞാനായിട്ട് ഉൾപ്രിയത്തോടെ മനസ്സിൽ വളരെയധികം സന്തോഷത്തോടു കൂടി, അതായത് ഇതൊരു പ്രാരബ്ധം എന്ന മട്ടിലല്ല എന്നർത്ഥം. വെളുത്ത ചോറായാലും കറുത്ത മുഖത്തോടു കൂടി വിളമ്പിക്കൊടുത്താൽ കഴിക്കാൻ സുഖമുണ്ടാവില്ലല്ലോ. കൃതമായ, അതായത് ചെയ്യപ്പെട്ട ഈ ആതിഥ്യം, അതാണ് കൃതമാതിഥ്യം. ഇത് ആദരിച്ചിടാതെ, ഇതിനെ ഗൗനിക്കാതെ, ഇതിനെ വകവയ്ക്കാതെ, ധൃതമൗനം, കൈക്കൊണ്ട മൗനത്തോടെ, അതായത് ഒന്നും പറയാതെ എന്നർത്ഥം. ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക, ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. ഒരു ഇതരാന്വേഷണ സക്തൻ പറഞ്ഞാൽ മറ്റെന്തോ അന്വേഷിക്കുന്നതിന് തൽപരനായിട്ട് പോകുന്ന പോലെ. എന്താണ് നീ പോകുന്നത് എന്നാണ് കവി പ്രാവിനോട് ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും മിതമായ എൻ്റെ ഈ വിരുന്ന് സ്വീകരിക്കാതെ, ഒന്നും മിണ്ടാതെ, എന്തോ അന്വേഷിച്ച് നടക്കുന്ന പോലെ, എന്താണ്, എങ്ങോട്ടാണ് നീ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് എന്നാണ് കവി പ്രാവിനോട് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. നാം ഒരു വീട്ടിൽ അതിഥിയായി ചെന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ, അവിടെ എന്താണ് ഉള്ളത് വെച്ചാൽ അതാണല്ലോ നമ്മൾ കൊടുക്കുകയും അല്ലെങ്കിൽ കിട്ടുകയും ചെയ്യാം. നമുക്ക് വേണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു വേണം പോരാൻ. അല്ലാതെ മിണ്ടാതെ കണ്ട് പോന്നു കഴിഞ്ഞാൽ അലോഗ്യാണെന്ന് വിചാരിക്കും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അത് പറയാം, ഇന്നിപ്പോൾ ഏകാശി ആവുകൊണ്ട് അരി ഭക്ഷണം വേണ്ട, അത് കാരണം ഞാൻ പോവുകയാണ് എന്നുള്ള മാതിരി എന്താ വെച്ചാൽ കാരണം പറഞ്ഞു പോകണം. അല്ല, ഒന്നും മിണ്ടാതെ പോയാൽ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികളാണ്, കുറച്ച് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കും. അപ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ മറ്റുള്ള ഗൃഹസ്ഥന്മാരുടെ അവിടെ പോകേണ്ടി വരും. അപ്പോൾ അതിഥിയായിട്ടും ആതിഥേയനായിട്ടും രണ്ട് റോളിലും നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു പാഠം കൂടി ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അരിയാൻ വിതറിത്തരാം നിനക്കെന്നരികത്തേക്കണകന്നരിപ്പിറാവേ, ശരിയായി മമ മന്ദിരാഗതൻ നീ അരിമപ്പെട്ട വിരുന്നുകാരനത്രേ. മിതമാകിലും ഉൾപ്രിയത്തോടെ എന്നാൽ കൃതമാതിഥ്യമിതാദരിച്ചിടാതെ, ധൃതമൗനമൊഴിഞ്ഞു പോവതെന്താണിതരാന്വേഷണ സക്തനാം വിധത്തിൽ. ഇന്ന് ഇവിടെ നിർത്താം, ബാക്കിയുള്ളത് നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.